പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ ആളുകൾ കാണുമ്പോൾ കുശലം ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമൊക്കെ കിട്ടാറില്ലേ എന്ന്. അത്തരക്കാരായ ആളുകളുടെ അറിവിലേക്ക് ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്. 2020 ലോക്ക്ഡൗൺ കാലത്താണ് സെപ്റ്റംബറിൽ ഫേസ്ബുക്കിൽ ലിയാഖത്ത് അലിയുടെ ഒരു ഇസ്ലാം വിമർശന പോസ്റ്റ് ഞാൻ കാണുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കതിന് പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടു. ഇതാ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ആ ഫേസ്ബുക്ക് ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ആ ലൈവ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ അത് കണ്ടു. അങ്ങനെ കണ്ട ആളുകൾ പറഞ്ഞു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നന്നാവും എന്ന്. ഞാൻ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. എൻ്റെ ഒരു ഹദീസ് ക്ലാസ്സിൻ്റെ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നു. വേറെ പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് വൈറലായതോടുകൂടി എന്നാൽ ഇനി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2020 സെപ്റ്റംബർ 16-നാണ് ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് ഇങ്ങനെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക എന്നതല്ലാതെ എഡിറ്റ് ചെയ്യാനോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനോ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ റെക്കോർഡ് ചെയ്തതുപോലെ അതിലേക്ക് ഇടുകയായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ വിചാരിച്ചു, ഒരു 6 മാസം കൊണ്ടെങ്കിലും ഇതിനെ ഒന്ന് റെപ്യൂട്ടഡ് ആക്കി എടുക്കണമെന്ന്. പിന്നെ കുറേശ്ശെയായി ഞാനിതിൽ കുറേശ്ശെ എഡിറ്റിങ്ങുകൾ പഠിച്ചു. പിന്നെ ഇതിൽ വീഡിയോ അറ്റാച്ച് ചെയ്യാനും അതേപോലെ മറ്റ് ചിത്രങ്ങൾ കയറ്റാനും ഒക്കെ പഠിച്ചു. അങ്ങനെ ക്രമേണ അതങ്ങനെ വളർന്നു വന്ന് ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് അതിങ്ങനെ വളർന്നു വരുന്നതിലിടക്കാണ് 2021 ഫെബ്രുവരി 19-ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അത് പാലക്കാട് 6 വയസ്സായ കുട്ടിയെ സ്വന്തം ഉമ്മ കഴുത്തറുത്ത് കൊന്നു. അതൊരു മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ അത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ അർത്ഥതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ വമ്പിച്ച പ്രചാരണം സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു വരുന്ന സമയമായിരുന്നു. മാപ്പ് സാക്ഷിത്വത്തോടു കൂടി ഇസ്ലാമിന് അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യുന്ന അനിൽ മുഹമ്മദ് അടക്കമുള്ള പലരുടെയും വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു കൃത്യമായ മറുപടി അതായിരുന്നില്ല. അപ്പം ഞാൻ ആ വിഷയത്തിൽ 2021 ഫെബ്രുവരി 19-ന് ഞാനൊരു വീഡിയോ ചെയ്തു. ഇതൊരു ഓഡിറ്ററി ഹാലൂസിനേഷനാണ്, അതൊരു മാനസിക വിഭ്രാന്തിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞു. ഇത് അവർക്കുണ്ടായ ഒരു രോഗത്തിൻ്റെ, മാനസികമായ രോഗത്തിൻ്റെ ഭാഗമാണ്. അത് കണ്ടെത്താനോ അതിനനുസരിച്ച് ചികിത്സ കൊടുക്കാനോ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് സാധ്യമായിട്ടില്ല എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഇത് വളർന്നു വന്നാൽ, ഈ അസുഖം, ഈ മാനസികാവസ്ഥ വളർന്നു വന്നാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ ചെവിയിൽ നമുക്കിങ്ങനെ പലരും പറഞ്ഞു തരുന്നതായി തോന്നുമെന്നതാണ്. സ്ക്രീസോഫീനിയ എന്നതാണ് ഇതിന് മാനസിക ശാസ്ത്രത്തിൽ ഇതിന് പറയുന്ന പേര്. ഒരു ഓഡിറ്ററി ഹാലൂസിനേഷൻ, ഒരു തോന്നലാണ്. എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരാൾ പറയുന്നു, അങ്ങനെ അവർക്ക് തോന്നിയിരിക്കുകയാണ്, നിന്റെ മകനെ ബലി കൊടുക്കണം എന്നിങ്ങനെ ഇതൊരു അസുഖമാണ്. അതിനെന്താ ആളുകൾ ചെയ്യുക? ഒരാൾക്ക് അസുഖം വന്നാൽ ആ അസുഖം മനസ്സിലാക്കുകയും അതിനെ ചികിത്സിക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ നോർമലായി പെരുമാറുന്നത് പോലെയാണ് തോന്നുക. എല്ലാം സാധാരണ രീതിയിലായിരിക്കും അവർ പെരുമാറുക. പക്ഷേ അബ്നോർമലിസം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ അവർ അബ്നോർമലായി പെരുമാറിക്കൊണ്ടിരിക്കും. അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിവരം, 4 ദിവസമായി അവർ നന്നായി ഉറങ്ങിയിട്ടില്ല എന്നതാണ്. ഈ ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ അവരിലുണ്ടാക്കുന്ന ഒരു മെൻ്റൽ ഡിസോർഡറുണ്ട്. നമ്മുടെ മാനസിക രോഗങ്ങളോടും
മറ്റുമൊക്കെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ സമീപനം ഇതിൽ വളരെ തെറ്റായ ഒരു ഘടകമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന എൻ്റെ സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, പാലക്കാട് പൂളക്കാട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ചെവിയിൽ ശബ്ദം കേൾക്കുക, ആരോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അശരീരി പോലെ കേൾക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങൾ ശരിക്കും സ്കീസോഫീനിയയുടെ ഒരു വല്ലാത്തൊരു വെർഷനാണ്. ഓഡിറ്ററി ഹാലുസിനേഷൻ എന്നാണ് അതിനെ പ്രധാനമായും പറയുക. ശരിക്കും നല്ലൊരു മനോരോഗ വിദഗ്ധനെ കാണിച്ചുകൊണ്ട് അസുഖത്തിനുള്ള മരുന്ന് വാങ്ങിക്കുകയാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. പക്ഷേ നമ്മുടെ സമൂഹം പലപ്പോഴും മനോരോഗ വിദഗ്ധരോടുള്ള കാണിക്കുന്നൊരു സമീപനം, മനോരോഗത്തോടുള്ള സമീപനം വല്ലാത്തൊരു സമീപനമാണ്. പലപ്പോഴും അത് ദാരുണമായൊരു ട്രാജഡിയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുകയുള്ളൂ. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹം എത്തിച്ചേരുന്ന പല നിഗമനങ്ങളും നമ്മളെ എത്തിക്കുന്നത് ഭയങ്കര ട്രാജഡികളിലാണ് എപ്പോഴും. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പനി വരുന്നത് പോലെയും ജലദോഷം വരുന്നത് പോലെയും ചുമ വരുന്നത് പോലെയും ഉള്ളൊരു സാധാരണ അസുഖമാണ് മനോരോഗം എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു ബയോളജിക്കൽ ഡിസീസാണെന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കാണണം. അതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവസാനം ഇത്തരം ഒരു ട്രാജഡിയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകും. ഇനിയും എത്രയെത്ര ന്യൂറോ ബോംബുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ള നമ്മൾ തിരിച്ചറിവ് നമ്മളെടുത്ത് വേണം. നമ്മുടെ കുട്ടികളെയും നമ്മുടെ സഹോദരികളെയും നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ സഹോദരന്മാരെയും എല്ലാവരെയും രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എല്ലാവരെയും ദൈവം തമ്പുരാൻ രക്ഷിക്കുമാറാവട്ടെ. കേട്ടല്ലോ, ഇതാണ് ആ വിഷയത്തിൽ ഈ ഷാഹിദയുടെ വീടിൻ്റെ ഏതാണ്ട് അടുത്ത് താമസിക്കുന്ന, അവരുടെ കുടുംബവുമായൊക്കെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം. യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിൽ ഇവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയും അവരുടെ മനസ്സ് ഉയർന്നു പോകുന്ന ഉന്മാദാവസ്ഥയിലേക്ക് എത്തുന്ന, എന്നിട്ട് അത് അവരുടെ കൈ വിട്ടു പോകുന്ന തരത്തിൽ അവരുടെ മാനസികാവസ്ഥ പരിവർത്തിപ്പിക്കപ്പെടുന്നത് മനസ്സിലാക്കാൻ സാധ്യമാകാതിരിക്കുകയും അതുകൊണ്ട് തന്നെ അതിന് ചികിത്സ തക്ക സമയത്ത് കൊടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു എന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് കാരണമായിട്ടുള്ളത്. വമ്പിച്ച വൈറലായി 82,000 ആളുകൾ അത് കാണുകയുണ്ടായി. അങ്ങനെ 2021 ഫെബ്രുവരി 19 തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി എത്തി. പക്ഷേ എനിക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് അറിയില്ല. ഞാൻ പലരുമായും അന്വേഷിച്ചു, ആരെയും എനിക്ക് കിട്ടിയില്ല. അവസാനം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഷാഫിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 21 ഫെബ്രുവരി 26 എൻ്റെ മോണിറ്റൈസേഷൻ പൂർത്തിയായി. അതിനുശേഷം അതിലിങ്ങനെ ഓരോ പൈസ, ഡോളറിൻ്റെ പൈസയാണ്, 1 പൈസ 1/2 പൈസയൊക്കെ ആയിട്ട് അങ്ങനെ കയറി തുടങ്ങി. അങ്ങനെ 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ $100 ഓഗസ്റ്റ് 21 $100 ആയത്. അപ്പോൾ $100 കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 21 ശേഷം അവർ എഴുതി കാണിക്കാൻ തുടങ്ങി, സെപ്റ്റംബർ 21 26 ഇടക്ക് നിങ്ങളുടെ കാശ് കിട്ടും. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഒരു 4-4:30 മണി സമയത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് യൂട്യൂബിൽ നിന്നും 8,611 രൂപ അപ്ലോഡ് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി ഈ 4 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായി യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ കാശാണ്. ഇനി യൂട്യൂബുകാർ ഇനി ഒരു $100 ആകണമെങ്കിൽ എത്ര കാലം കഴിയണമെന്നറിയില്ല. ഇപ്പോൾ ഈ 4.5 വർഷം കൊണ്ട് എനിക്ക് 4 വർഷം കൊണ്ട് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 3.5 വർഷമാണ് ആയത്. അപ്പോഴാണ് കാശ് കിട്ടുന്നത്. ഇനി ഒരു 3.5 വർഷം കൂടി കഴിയേണ്ട ഒരു അടുത്ത $100 തികയണമെങ്കിൽ. എനിക്കിപ്പോൾ ഇതിനിടയ്ക്ക് ആയിട്ടുള്ളത് 7,569 സബ്സ്ക്രൈബേഴ്സാണ്. ഞാനിടുന്ന വീഡിയോ ഒക്കെ സാധാരണ നിലക്ക് 300 ആൾ, 400 ആൾ, 500 ആളൊക്കെയാണ് സാധാരണ കാണുന്നത്. ചില വൈകാരിക വിഷയങ്ങൾ ഏതെങ്കിലും വന്നാൽ ചിലപ്പോൾ 1,000-1,500 എത്തും. ഇതിനപ്പുറത്തേക്കുള്ള വ്യൂവേഴ്സ് വളരെ കുറവാണ്. എൻ്റെ വൈറലായ വീഡിയോകൾ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ അവരുടെ നയവൈകല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന
വീഡിയോ ഉണ്ടെങ്കിൽ അതാണ് കുറച്ച് വൈറലാകുന്നത്. അങ്ങനെ മുജാഹിദുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈറലാക്കണമെന്ന ആഗ്രഹം എനിക്കില്ല. വളരെ റീസൻ്റായ കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ മാത്രം പറയുകയും, അല്ലാതെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കാൻ വേണ്ടിയോ വ്യൂവേഴ്സ് വർദ്ധിക്കാൻ വേണ്ടിയോ അതുവഴി കാശ് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയോ ഞാനൊരു വീഡിയോ ചെയ്യാറില്ല. എൻ്റെ നിലപാടുകളെ കളഞ്ഞു കുളിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് കാശുണ്ടാക്കണമെന്ന ആഗ്രഹക്കാരനല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്ന വിഷയങ്ങൾ, എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ, എനിക്ക് പ്രതികരിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന വിഷയങ്ങൾ, അതൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. വേണമെങ്കിൽ അങ്ങനെ കാശ് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാം, ധാരാളമായി ചെയ്യാം. അവരെ അങ്ങനെ പറഞ്ഞു ഇവരെ അങ്ങനെ ഒന്നും ചെയ്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സാധാരണ നിലക്ക് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഒരു 40 വയസ്സിന് മുകളിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളാണ് എൻ്റെ വ്യൂവേഴ്സിലധികവും. പിന്നെ എനിക്ക് റീച്ച് കൂട്ടിത്തരുന്നത് കുറേ മുജാഹിദ് പ്രവർത്തകരുമാണ്. പിന്നെ സുന്നികളായ ആളുകൾ അധികം അങ്ങനെ കാണാറുണ്ട് എന്ന് തോന്നുന്നില്ല. കമൻസുകൾ വഴിയാണല്ലോ ഇപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഈ വ്യൂവേഴ്സ് വിചാരിച്ചാലാണ് ഇനി ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുക. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് എൻ്റെ ചില വീഡിയോസ് ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും പലരിലും. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അത് ധാരാളം കാണും. അങ്ങനെയാണ് ഞാൻ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ, അത് കുറച്ച് നന്നായി വൈറലായിട്ടുണ്ട്. അതേപോലെ അബ്ദുൽ മജീദ് സ്വലാഹിയെ പറഞ്ഞ വീഡിയോ വൈറലായിട്ടുണ്ട്. അതൊക്കെ ഏതാണ്ട് 30,000. അതുപോലെ ഹാദിയ സ്വന്തം മാതാപിതാക്കളെ കണ്ട ഒരു സന്ദർഭത്തിൽ ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ നല്ല വൈറലായിട്ടുണ്ട്. പിന്നെ ലീഗ് ഒരിക്കൽ മുദ്രാവാക്യം വിളിച്ചു, മറ്റേ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അത് കുറച്ച് അത്യാവശ്യം ആളുകൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനം ഔട്ട് ഓഫ് ഫോക്കസിൽ ദാവൂദിനെ സ്കെച്ച് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടി ക്യാമ്പയിൻ നടത്തിയ സന്ദർഭത്തിൽ ഇത് കേവലം ഔട്ട് ഓഫ് ഫോക്കസ് അല്ല, ഇത് സൂം ഇൻ ഫോക്കസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അത് നന്നായിട്ട് അത്യാവശ്യം 10,000-15,000 ആളുകൾ കണ്ടു എന്ന് മാത്രമല്ല, കൂടുതൽ കാശ്, എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയത് $5-6.5 കിട്ടിയത് ആ ഒരൊറ്റ വീഡിയോക്കാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയും അപ്പോൾ ഇതറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അറിവിലേക്കാണ് ഇത് പറഞ്ഞത്. ഇനിയും ധാരാളം ആളുകൾ ഇത് എൻ്റെ വീഡിയോ കാണുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.